അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് 20. കിതാബുർ റിഖാഖ് ബാബു ഫളിൽ ഫുഖറാഇ. മിഷ്കാത്ത് എന്ന കിതാബിന്റെ ദർസിന്റെ 20-ാം ഭാഗം കിതാബുർ റിഖാഖിൽ ബാബു ഫളിൽ ഫുഖറാഇ എന്ന അധ്യായത്തിൽ 7-ാമത്തെ ഹദീസ് മുതലാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഖാലത്ത്, ആയിഷ ബീബി പറയുകയാണ്, മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ ഖുബ്സി സഹീം മിൻ ഖുബ്സി സഈരി യൗമൈനി മുതതാബിഐനി ഹത്താ ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ പറ്റിയും പ്രവാചകരെ പറ്റിയും വിവരമുള്ള പണ്ഡിതയായ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അവര് പറയുകയാണ്, മാ ശബിഅ, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല, ആലു മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, മിൻ ഖുബ്സി സഈർ, ഗോതമ്പ് 2 സൈസ് ഉണ്ട്. അതിൽ സഈർ, അത് ഗോതമ്പത്തിൽ നിന്നൊരു താഴ്ന്ന വിഭാഗമാണ്. അതിന്റെ റൊട്ടി കൊണ്ട് പോലും വിശപ്പ് തീരുന്നത് വരെ ആലു മുഹമ്മദ് അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാര് ഭക്ഷണം കഴിച്ചിട്ടില്ല. യൗമൈനി, 2 ദിവസം, മുതതാബിഐനി, തുടരെ. അത് മുമ്പ് ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നുകൊണ്ട് മക്കയിലുള്ള മണലുകളും കല്ലുകളും ഒക്കെ സ്വർണമാക്കി തരണമോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, അജൂഉ യൗമൻ വ അസ്ബഉ യൗമൻ, ഞാൻ ഒരു ദിവസം വിശക്കും, വിശപ്പ് സഹിക്കും, ഒരു ദിവസം വിശപ്പ് നീങ്ങുന്നത് വരെ ഭക്ഷണം കഴിക്കും. കാരണം ഈമാൻ നിസ്ഫാനി, ഈമാൻ എന്ന് പറയുന്നത് 2 ഭാഗമാണ്. അതിന്റെ ഒരു ഭാഗം ശുക്റും ഒരു ഭാഗം സബറുമാണ്. അതാണ് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്ന് പറയുന്നത്. ക്ഷമ ഈമാനിന്റെ പകുതിയാണ് എന്ന് പറയുമ്പോ 2ാമത്തെ പകുതി നമുക്ക് മനസ്സിലുണ്ടാവണം. അതെന്താ? അത് ശുക്റാണ്. ശുക്റുണ്ടാവണമെങ്കിൽ നിഅമത്ത് ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോഴാണ് ശുക്ർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി ആ ഈമാനിന്റെ 2 ഭാഗവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഹത്താ ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ വയറ് നിറച്ച് ആ കുടുംബം ഭക്ഷണം കഴിച്ചിട്ടില്ല, 2 ദിവസം തുടരെ. 8-ാമത്തെ ഹദീസ്. وعن سعيد المقبري عن أبي هريرة رضي الله عنه. سعيد المقبري എന്നവരിൽ നിന്ന് നിവേദനം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു മറ ബിഖൗമിൻ ബൈന അയ്ദിഹിം ശാത്തുൻ മസ്ലിയത്തുൻ. മാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ജനതയുടെ അരികിലൂടെ നടന്നു പോയി. അവരുടെ മുന്നിൽ ചുട്ടതായ ആട് ഉണ്ടായിരുന്നു. ആടിനെ ചുട്ടിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അവര്.
അപ്പോൾ അതിന്റെ അരികിൽ കൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടന്നുപോയി. ഫദഅഊഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അവർ ക്ഷണിച്ചു അത് തിന്നാൻ വേണ്ടി. തിന്നുന്നതിനെ തൊട്ട് വിസമ്മതിച്ചു. വഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനദ് ദുനിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൽ നിന്ന് പുറപ്പെട്ടു, വഫാത്തായി. വലം യസ്ബഅ മിൻ ഖുബ്സി ശഈരി, തൊലിക്കോതമ്പത്തിന്റെ റൊട്ടിയിൽ നിന്ന് പോലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെയാണ് വഫാത്തായി പോയത്. ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മളിവിടെ ആട് ചുട്ടു തിന്നുകയാണോ? അപ്പൊ ആ ചിന്ത മനസ്സിലുള്ളവർക്ക് അതിന് സാധിക്കില്ല. അതുകൊണ്ടാണ് റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു, ഒമ്പതാമത്തെ ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്നഹു മശാ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് നടന്നുപോയി. ബിഖുബ്സി ശഈരിൻ, തൊലിക്കോതമ്പത്തിന്റെ റൊട്ടിയുമായിട്ട്, വൈഹാലത്തിൻ, സൻഖത്തിൻ, വൈഹാലത്തിൻ, എണ്ണയുമായി. ഒരു പാത്രത്തിലെ എണ്ണ, എങ്ങനത്തെ എണ്ണ? സൻഖത്തിൻ, കാലപ്പഴക്കം കൊണ്ട് കുറെ പഴങ്ങിയത് കാരണം ഒരു യാതി നല്ലതല്ലാത്ത വാസനയുണ്ട്. അങ്ങനത്തെ എണ്ണ ഭക്ഷിക്കാനൊന്നുമില്ലാത്ത സമയത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. വലഖദ് റഹനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പണയം വെച്ചിരുന്നു. ദർഅൻ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അങ്കിയെ, ബിൽ മദീനത്തി, മദീനയിൽ, ഇന്ത യഹൂദിയൻ, ഒരു ജൂതന്റെ അരികെ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പൈസ വാങ്ങിയിരിക്കുക. എന്തിനു വേണ്ടി? വഅഖദ മിന്നു സഈറൻ, എന്നിട്ട് ലിഅഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ആ ജൂതന്റെ കയ്യിൽ നിന്ന് അങ്കി പണയം വെച്ചുകൊണ്ട് അതിന്റെ പൈസ വാങ്ങിയിട്ട് സഈർ, തൊലിക്കോതമ്പ് വാങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ജൂതന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊണ്ടുപോയി വെച്ച് അവിടുന്ന് വാങ്ങി. വലഖദ് സമീഅതുഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുകയാണ്, യഖൂലു, പറയുന്നതായിട്ട്, മാംസാ ഇന്ദ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാർ വൈകുന്നേരമായിട്ടില്ല. സാഹു ബുരിൻ വലാ സാഹു ഹബ്ബിൻ, അവരുടെ അരികെ ഒരു സാഹ് ഗോതമ്പുമുണ്ട്, അല്ലെങ്കിൽ ഒരു സാഹ് മറ്റ് ധാന്യമുണ്ട്. ആ രീതിയിൽ ഒരൊറ്റ ദിവസവും വൈകുന്നേരമായിട്ടില്ല. വഇന്ന ഇൻദഹു ലതിസ്ഉ നിസ്വത്തിൻ, 9 ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. റവാഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 10ാമത്തെ ഹദീസ്, വഅൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അവർ പറയുന്നു, ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കടന്നു ചെന്നു. ഫൈദാ ഹുവ മുസ്തജിഉൻ അലാ റിമാലി ഹസീരിൻ, നെയ്തുണ്ടാക്കിയ, മുടഞ്ഞുണ്ടാക്കിയ ഒരു പായയുടെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയാണ്. ലൈസ ബൈനഹു വബൈനഹു ഫിറാസുൻ, മുടഞ്ഞ ആ പായയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിൽ വിരിപ്പുണ്ടായിരുന്നില്ല. ഖദ് അസ്സറ ഇരിമാലു ബിജംബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗത്ത്
ആ പായയുടെ മുടയലിന്റെ സ്ഥലങ്ങൾ പതിഞ്ഞിരുന്നു. ശരീരത്തിൽ ചെറിയ അടയാളമുണ്ടായി എന്നല്ല, വലിയ അടയാളമുണ്ടായി. മുത്തക്കി എന്നാൽ ആ വിഷാദത്തിന് ഒരു തലയണ ചാരിക്കൊണ്ടായിരുന്നു ഇരുന്നത്. മിൻ തോലിനാലുള്ള അതിന്റെ തലയുടെ ഉള്ളിൽ നിറച്ചിരുന്നത് ലൈഫുൻ. ആ തലയുടെ ഉള്ളിൽ ഈത്തപ്പനയുടെ ചകിരി ആണ് നിറച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു തലയാണ്. ഒഴുത്തു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ ഫൽയുവസ്സി അലാ ഉമ്മതിക്, നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കേ, നിങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി വിശാലത ചെയ്യട്ടെ. ഫഇന്ന ഫാരിസ വറൂമ, പേർഷ്യക്കാർ, റോമുകാർ, അവിടുത്തെ ഭരണാധികാരികൾ, ആ നാട്ടുകാർ, അവരുടെ മേൽ വിശാലത ചെയ്തിട്ടുണ്ട്. അവർ അല്ലാഹു ആരാധിക്കുന്നു പോലുമില്ല. അവരൊക്കെ വലിയ സമ്പത്തിന്റെ ഉടമകളാണ്. അതുകൊണ്ട് നബിയെ തങ്ങൾ പ്രാർത്ഥിക്കുക അല്ലാഹുവിനോട് സമ്പത്തിന് വേണ്ടി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ പായയുടെ അടയാളം ശരീരത്തിൽ പതിഞ്ഞത് കണ്ടപ്പോഴുള്ള വിഷമം കൊണ്ട് പറയുകയാണ്. തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും ഈ ചിന്തയിൽ തന്നെയാണോ ഖത്താബിന്റെ മകനെ? ഈ ചിന്തയിൽ നിന്ന് നിങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോഴും നിങ്ങൾ അവിടെയാണ്. അവര്, നിങ്ങളാ പറഞ്ഞ വിഭാഗമുണ്ടല്ലോ, അവര് ഖൗമുന്നൊരു ജനതയാണ്. ഉജ്ജിലത്തിലും ത്വയ്യിബാത്തുഹും, അവർക്കുള്ള എല്ലാ സൽക്രമങ്ങളും അവർക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. നല്ലത് മുഴുവനും അവർക്ക് എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു. ഫിൽ ഹയാത്തി ദുനിയ, ഈ ഐഹികമായ ഈ ലോകത്തെ അവർക്ക് കിട്ടേണ്ടതൊക്കെ ഇവിടുന്ന് കൊടുക്കുകയാണ്. ഒരു റിപ്പോർട്ടുള്ളത്, ഉമർ ഇബ്നുൽ ഖത്താബേ, നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലേ? അന്തകൂന ലഹുമുദ്ദുന്യ, അവർക്ക് ദുന്യാവും, വലനൽ ആഖിറ, നമ്മൾക്ക് ആഖിറവും അല്ലാഹു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തൃപ്തിയില്ലേ എന്ന് തിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് പഠിക്കാനും അത് അനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു ബന്ധപ്പെട്ടവർ, നമ്മളെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, അവർക്കൊക്കെയും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.